നമസ്കാരം. ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ ഏറ്റവും പുതിയ ഭീഷണിയും അതിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജൂലൈ 13 രാവിലെ ഇറാനിയൻ ഷിപ്പിംഗ് മേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് സഖ്യകക്ഷികളുടേത് ഉൾപ്പെടെ കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകൾക്കും 20% സുരക്ഷാ ഫീസ് ഏർപ്പെടുത്തണമെന്ന വിചിത്രമായ വാദം മുന്നോട്ട് വച്ചിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെയും സമുദ്ര സ്വാതന്ത്ര്യത്തെയും പൂർണ്ണമായും ഖനിക്കുന്ന ഈ സാമ്രാജ്യത്വ നീക്കത്തിനെതിരെ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നതോടെ വെറും 24 മണിക്കൂറിനുള്ളിൽ ട്രംപ് തന്റെ ഈ കടുംപിടുത്തം എന്ത് ചെയ്തു അങ്ങ് ഉപേക്ഷിക്കേണ്ടി വന്നു. അതായത് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ അധിനിവേശ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പതിറ്റാണ്ടുകളായി ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത ചരിത്രമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റേത്. വിദേശ ശക്തികളുടെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. സ്വന്തം മണ്ണും കടൽ അതിർത്തിയും സംരക്ഷിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ തകർക്കാൻ അമേരിക്ക അത്യാധുനിക ആയുധങ്ങളുമായി രംഗത്തെത്തുമ്പോൾ അത് വലിയ പ്രാദേശിക പ്രതിരോധമായി മാറുകയാണ്. പണപ്പെരുപ്പവും ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികളും നേരിടുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ സൈനിക പ്രതിരോധ ശേഷിയും അത്ര എളുപ്പം മറികടക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവാണ് നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കടക്കുന്നതെന്നും ട്രംപിനെ തടയുന്നത്. ആഗോള എണ്ണ കയറ്റുമതിയുടെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് കേവലം ഒരു ജലാശയമല്ല, മറിച്ച് ഇറാന്റെ പരമാധികാരത്തിന്റെ ശക്തമായ കാവൽ കോട്ടയാണ്. ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കുന്നതിൽ ഇറാനിയൻ നാവികസേനയ്ക്കും റവല്യൂഷണറി ഗാർഡ്സിനും നിർണായകമായൊരു പങ്കുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക ഈ മേഖലയിലെ സൈനിക വിന്യാസം നടത്തുമ്പോൾ സ്വന്തം അതിർത്തി കാക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ പൂർണ്ണമായും ന്യായീകരിക്കപ്പെടേണ്ടതാണ്. തങ്ങളുടെ എണ്ണക്കപ്പലുകളെ തടയുവാനും ഉപരോധിക്കുവാനും ശ്രമിക്കുന്ന അമേരിക്കൻ നാവികസേനയും അവരുടെ സഖ്യകക്ഷികളെയും പ്രതിരോധിക്കാൻ ഇറാന് വ്യക്തമായ സൈനിക തന്ത്രങ്ങളുണ്ട്. സൈനിക ബലത്തിൽ അമേരിക്ക മുന്നിലാണെന്നാണ് അവകാശപ്പെടുമ്പോഴും ഗറില്ല നാവിക യുദ്ധമുറകളിലൂടെയും അത്യാധുനിക മിസൈലുകളിലൂടെയും ഡ്രോണുകളിലൂടെയും ഹോർമൂസ് കടലിൽ സമ്പൂർണ്ണ നിയന്ത്രണം നിലനിർത്താൻ ഇറാനെ കൊണ്ട് കഴിയുന്നുണ്ട്. അമേരിക്കൻ കടന്നുകയറ്റങ്ങൾക്കെതിരെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ഈ മേഖലയിലെ സമാധാനത്തിന് സിവിലിയൻ പ്രതിരോധം എത്രത്തോളം അനിവാര്യമാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ രൂപീകരിച്ച താൽക്കാലിക വെടിനിർത്തൽ ധാരണ അനുസരിച്ച് അമേരിക്കയുടെ ഏകപക്ഷീയമായ നിലപാടുകൾ കാരണം അതായത് ഈ ധാരണ പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇറാനിൽ വാഗ്ദാനം ചെയ്ത അന്താരാഷ്ട്ര നിക്ഷേപങ്ങളും ഉപരോധങ്ങൾ നീക്കലും വെറും വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിച്ചപ്പോൾ അമേരിക്ക വീണ്ടും ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ട് ഉപരോധം പുനരാരംഭിച്ചു. ഇതോടെയാണ് ഇറാൻ തങ്ങളുടെ ശക്തമായ പ്രതിരോധ പ്രതികരണങ്ങളിലേക്ക് തിരിഞ്ഞത്. സ്വന്തം ജനതയുടെ ജീവനും സാമ്പത്തിക സുരക്ഷിതത്വവും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പ്രത്യാക്രമണങ്ങൾ സ്വാഭാവികമാണ്. ഇറാനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാൻ അമേരിക്കയ്ക്ക് കഴിയാത്തതിന്റെ പ്രധാന കാരണം അവരുടെ സ്വന്തം ആഭ്യന്തര സാമ്പത്തിക തകർച്ചയാണ്. മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു ശാശ്വത യുദ്ധം അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നില്ല. വിയറ്റ്നാം യുദ്ധത്തിലും ഇറാഖ് അധിനിവേശത്തിലും സംഭവിച്ചതുപോലെ വലിയൊരു സൈനിക ചതുപ്പിലേക്ക് വീഴാൻ ട്രംപ് ഭരണകൂടത്തിന് ഒരു ഭയമുണ്ട്. യുദ്ധം രൂക്ഷമായാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും അത് അമേരിക്കയിലെ പണപ്പെരുപ്പം വൻതോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അമേരിക്കൻ ഉപഭോക്താക്കൾ നേരിടുന്ന ഈ വിലക്കയറ്റം വരാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ ദോഷകരമായി ബാധിക്കും. തിങ്കളാഴ്ച ട്രംപിന്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ എണ്ണവില 10% ഉയർന്നത് ഇതിന്റെ സൂചന കൂടിയാണ്. അതുകൊണ്ടാണ് സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ നോക്കുന്ന അമേരിക്കയുടെ തന്ത്രങ്ങൾ പരാജയപ്പെടുന്നത്. നയതന്ത്ര തലത്തിലുള്ള വാഗ്ദാന ലംഘനങ്ങളും സൈനിക ഭീഷണികളും വഴി ഇറാനെ ഭയപ്പെടുത്താമെന്നത് അമേരിക്കയുടെ വെറുമൊരു വ്യാമോഹം മാത്രമാണ്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടേത് കൂടിയാണെന്നും അവിടെ വിദേശ ശക്തികളുടെ കപ്പലുകൾക്ക് മേൽക്കൈ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നുമുള്ള ഇറാന്റെ ഉറച്ച നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുകയാണ്. എന്തായാലും ഈ പ്രതിരോധ യുദ്ധം എത്ര നാൾ നീണ്ടുനിന്നാലും സ്വന്തം മണ്ണും അന്തസ്സും കാക്കാൻ ഇറാൻ ജനത അടിയുറച്ചു നിൽക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട.